ക്ലാസ് നമസ്കാരം. വളരെ സന്തോഷത്തോടെയാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം ഞങ്ങൾ വരവേൽക്കുന്നത്. മുൻ വർഷങ്ങളിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഞങ്ങളുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹം ഈ വിദ്യാലയത്തെ നെഞ്ചിലേറ്റിയതിൻ്റെ പ്രതിഫലങ്ങൾ അഡ്മിഷനായി നമുക്ക് വന്നു ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ധാരാളം കുട്ടികളാണ് നമുക്ക് ഇപ്രാവശ്യം പുതുതായി വന്നു ചേർന്നിരിക്കുന്നത്. പരിസര പ്രദേശങ്ങളിലെ പല വിദ്യാലയങ്ങളും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അഡ്മിഷന് യാതൊരു പ്രശ്നമില്ലാതെ 1 മുതൽ 7 വരെ ക്ലാസ്സിലേക്ക്, കൂടാതെ അതിമനോഹരമായ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ വിദ്യാലയത്തിൻ്റെ മുഖം തന്നെ ഞങ്ങൾ മാറ്റിക്കഴിഞ്ഞു. കാരണം പുതിയ പെയിൻറ്റിങ്ങും അതുപോലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തലും ഒക്കെ നടത്താൻ ഈ വർഷം നമുക്ക് കഴിഞ്ഞു. അതിന് ത്രിതല പഞ്ചായത്തിൻ്റെയും മറ്റും സഹായം വളരെയേറെ ഞങ്ങൾക്കുണ്ടായി. അതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ളത് അക്കാദമിക രംഗത്ത് ഞങ്ങൾ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച അക്കാദമിക മികവിനുള്ള അവാർഡ് ഞങ്ങൾ കരസ്ഥമാക്കുകയുണ്ടായി. ഞങ്ങളുടെ പൈതൃകം എന്ന പരിപാടിക്ക് സംസ്ഥാന തലത്തിലേക്ക് സെലക്ഷൻ നേടുകയും ചെയ്തു. ഇനി കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് ആ മികവിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ചടയമംഗലം ഗവൺമെൻറ് UPS ആണെന്ന് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ചടയമംഗലം ഗവൺമെൻറ് UP സ്കൂളിൽ കഴിഞ്ഞ 18 വർഷക്കാലമായി അധ്യാപകനായി ജോലി ചെയ്തിരിക്കുന്നവരാണ്. ഓരോ അധ്യയന വർഷത്തിലും ചടയമംഗലം വിദ്യാലയത്തിൽ, ചടയമംഗലം ഗവൺമെൻറ് UP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പുതിയതായി അധ്യാപകർ, പുതിയതായി രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഈ വിദ്യാലയത്തിലേക്ക് എത്തുന്നു എന്നതാണ് വളരെയധികം സന്തോഷകരമായ ഒരു വാർത്ത. നമസ്കാരം. വളരെ അഭിമാനത്തോടെയാണ് നമ്മുടെ ഈ ഒരു പ്രവേശനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഒരു വർഷം ഈ വിദ്യാലയം നടത്തിയ പ്രവർത്തനങ്ങൾ, അക്കാദമിക്കലായാലും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം പുലർത്തിയ മികവിൻ്റെ അടിസ്ഥാനത്തിൽ സമീപ പ്രദേശത്തെ സ്കൂളുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടിയ സ്കൂളായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിലെ അധ്യാപകർ, പ്രഥമാധ്യാപകരുടെ നേതൃത്വത്തിൽ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ സ്കൂളിൽ തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഭൗതികമായ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ദർശിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണക്കൂടാരം പദ്ധതി നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ സ്വർണ്ണച്ചിറകുകളുമായി സ്കൂളിലേക്ക് എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരും. കൊണ്ട് ഇവിടെ ഒരുക്കുവാൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. തുടർന്ന് നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സന്തോഷത്തിലും എല്ലാവിധ അവരുടെ വ്യക്തിത്വ വികസനത്തിലടക്കം ഇടപെട്ടുകൊണ്ട് അവർ ഈ സമൂഹത്തിൻ്റെ മാതൃകകളാകുന്ന വ്യക്തിത്വങ്ങളായി വളർത്തിയെടുക്കും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ മഴയെല്ലാം വരുന്ന ഒരു കാലാവസ്ഥയാണുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ യോഗം അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് വളരെ സുദീർഘമായൊന്നും പറയുന്നില്ല. കടാക്ഷിക്കുമെങ്കിൽ, ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ അടുത്ത വർഷം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം അവിടെ വെച്ചായിരിക്കും. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 2 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ല് രീതി കഴിവുകൾ അടുത്ത മാസം തന്നെ നടത്തി 10 മാസം കൊണ്ട് 8 മുറികളുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് പുതിയ സൗകര്യം തരാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 കെട്ടിടവും പൊളിക്കും. ഇതും പൊളിക്കാനുള്ള പെർമിഷനൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ താൽക്കാലികമായ സംവിധാനമായി നിങ്ങളിതിനെ കാണണം എന്ന് വളരെ സ്നേഹപൂർവ്വം പറയുകയാണ്. നിറഞ്ഞ സന്തോഷമുണ്ട്. നമുക്ക് ധാരാളം അഡ്മിഷൻ ഈ വർഷവും വന്നു ചേർന്നു. മുൻ വർഷങ്ങളിലെയും കഴിഞ്ഞ വർഷത്തെയും പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റ് വിദ്യാലയങ്ങൾ നേരിടുന്ന ഒരു ഭീഷണിയുമില്ലാതെ
കുട്ടികൾ ധാരാളമായി ഇവിടെ വന്നു ചേർന്നത് തന്നെ പ്രവർത്തന മികവിന്റെ ഒരു സാക്ഷ്യപത്രമായി കാണുകയാണ്. പോകുന്നില്ല എങ്കിലും നമ്മുടെ വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ കൊച്ചുമക്കളെ ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെയാകെ മാതൃകയാക്കാൻ ഒരുങ്ങുകയാണ് ലോക കേരള. ഇന്ത്യയിലെയും ലോകത്തിലെയും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ലോക നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഈ മേഖലയെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന തരത്തിൽ സംബന്ധിച്ച് വളരെ നല്ല ഒരു ടീമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രഥമാധ്യാപകരുടെ നേതൃത്വത്തിൽ വളരെ നല്ല ഒരു ടീമാണ് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം നടത്തിയ അക്കാദമികമായ പ്രവർത്തനങ്ങളും അനക്കാദമിക പ്രവർത്തനങ്ങളും എല്ലാം തന്നെ മാതൃകാപരമായി ഉള്ളതായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ നിറഞ്ഞ സദസ്സെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എല്ലാവരും വീശിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. സാധാരണ നമ്മളൊക്കെ 1ാം ക്ലാസ്സിലൊക്കെ നനഞ്ഞു പോകുന്ന കുറേയും ചൂടി അതൊരു മണമൊക്കെ ഉണ്ട്. ആ ഒരു മണം മറക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും നമ്മുടെ മൂക്കിൽ നിങ്ങളൊക്കെ വരുമായിരിക്കും. ആ നനഞ്ഞ വസ്ത്രത്തിൻ്റെയും കുറേയൊക്കെ ഒരു മണമൊക്കെ അനുഭവിച്ചാണ് നമ്മൾ സ്കൂളിൽ വന്നത്. ഇന്ന് വ്യത്യസ്തമായിട്ട് വളരെ ചൂട് നിറഞ്ഞൊരു അന്തരീക്ഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ അധികം സംസാരിച്ച് ഈ കുഞ്ഞുമക്കളെ വിഷമിപ്പിക്കുന്നില്ല. ഈ ഒരു പുതിയൊരു ലോകത്തേക്ക് ഒന്നച്ചേരമായി കടന്നു വന്ന എല്ലാ മക്കളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ മകളിപ്പോഴും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുട്ടികൾ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു വെള്ളപ്പാറ സ്കൂളിലൊക്കെയാണ്. അപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞു തോന്നുന്നു. ഇപ്പൊ MGHSലാണ്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം ഇവരൊക്കെ ഈ ജനപ്രതിനിധികളുടെയൊക്കെ മക്കൾ ഈ പൊതുവിദ്യാലയങ്ങളെ ആശ്രയിക്കുകയും പൊതുവിദ്യാലയത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരാണ്. ചടയമംഗലം ഗവൺമെന്റ് UP സ്കൂളിലേക്ക് കവാടത്തിലേക്ക് സ്കൂളിനകത്തേക്ക് കയറി വരുമ്പോൾ വളരെ സന്തോഷകരമായ അവസ്ഥ. ഗ്രാമപഞ്ചായത്ത് വളരെ ധൃതിപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിനെ നല്ലൊരു മികവിലേക്ക്, അതോടൊപ്പം തന്നെ ഈ അധ്യയന വർഷം കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു ക്ലാസ് മുറിയുടെ പണി ഗ്രാമപഞ്ചായത്ത് തന്നെ ആ പണി പൂർത്തീകരിച്ചത്. വിദ്യാലയത്തിന്റെ മികവുകളെ കുറിച്ച് മുൻപ് പറഞ്ഞവരെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. 2 മാസത്തെ അവധിക്കാലത്തിന് ശേഷം പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മുടെ മക്കൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ പ്രതീക്ഷകൾക്ക് വർണ്ണച്ചിറകുകൾ വെച്ചുകൊണ്ട് പറക്കുവാൻ കഴിയുന്ന വർണ്ണാഭമായ പൂമ്പാറ്റകളായി മാറാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് എടുക്കുന്നു. പഠനത്തിൽ A ഗ്രേഡ് വാങ്ങിച്ചിട്ടൊന്നും അല്ല ജീവിത വിജയം നേടുന്നത്. നമ്മൾ എഴുതി കൊടുത്തിട്ട് അത്രയ്ക്കുള്ള സഹായം ഒന്നും ചെയ്തു കൊടുക്കല്ലേ. അപ്പോൾ അവർ ചെയ്യാൻ പറ്റുന്നത് തന്നെ ചെയ്തോട്ടെ. കഴിച്ച പാത്രമൊക്കെ